ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ SC അതുപോലെ തന്നെ ST കാറ്റഗറിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ലേണേഴ്സിനെ സംബന്ധിച്ച് വളരെ ഒരു മികച്ച ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇഗ്നു നൽകി വരുന്ന BScM, ബാച്ചിലർ ഓഫ് സയൻസ്, ബാച്ചിലർ ഓഫ് ആർട്സ്, അതുപോലെ തന്നെ BCom F തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന SC അതുപോലെ തന്നെ ST കാറ്റഗറി വരുന്ന വിദ്യാർത്ഥികൾക്ക് 50% സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം ഇഗ്നു റിലീസ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അത് അവൈൽ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്യണം ആൻഡ് എത്രത്തോളം ഈ 50% എന്ന് പറയുമ്പോഴും ഏത് രീതിയിലുള്ള ഒരു ഫീസ് ഇളവാണ് അതിൽ വരുന്നത്, എത്ര എമൗണ്ടോളമാണ് കുറയുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ലേൺവൈസ് കാണുന്നതെങ്കിൽ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളത് അതിലൂടെ ഉറപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, അതിലും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, മറ്റ് ഇതുപോലെയുള്ള ഏതൊരു അപ്ഡേറ്റ്സും സമയാസമയം ലഭിക്കുന്നുള്ളത് ഉറപ്പാക്കാനാവും. അങ്ങനെയാണ് നമുക്ക് ഒട്ടും സമയം കളയാൻ നമ്മളുടെ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലേക്ക് കടക്കാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ. സ്കെഡ്യൂൾ കാസ്റ്റ് അതുപോലെ തന്നെ സ്കെഡ്യൂൾ ട്രൈബിൽ നിന്ന് വരുന്ന വർഷം 2.5 ലക്ഷത്തിൽ താഴെ മാത്രം ആനുവൽ ഇൻകം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ സാധിക്കുക. സോ അതിന് ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നും ഈ പറഞ്ഞ കോഴ്സുകൾ ഏത് രീതിയിലാണ് ഈ ഒരു ഫീസ് ഇളവ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമേ പറയേണ്ട കാര്യം, ഇപ്പം ജാനുവരി 2026 അഡ്മിഷനിൽ ഫ്രഷ് അഡ്മിഷൻ ആയിട്ട്, അതായത് ആദ്യമായി അപ്ലൈ ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന SC ST കാറ്റഗറിയിൽ വരുന്ന 2.5 ലക്ഷത്തിൽ താഴെ മാത്രം വരുമാനമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പോട് കൂടി തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ഫ്രഷ് അഡ്മിഷനിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കാരണം ജാനുവരി 2025 സമയത്തും ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരുന്നു. സോ ജാനുവരി 2025 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വട്ടം റീ രജിസ്ട്രേഷൻ പെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലേണേഴ്സിനെ സംബന്ധിച്ച് ആ സ്കോളർഷിപ്പ് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ 2025 ജാനില് നിങ്ങൾ ഈ 3 കോഴ്സുകളിലായിട്ട് സ്കോളർഷിപ്പ് അവൈൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് 2026 റീ രജിസ്ട്രേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കില്ല. ഫസ്റ്റ് ഇയർ തൊട്ട് അവൈൽ ചെയ്തു വരുന്നവർക്കാണ് പിന്നീടും ആ ഒരു സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുക. ആൻഡ് 2026 വരുമ്പോൾ ഈ 3 കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഈ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു ഇൻകം സ്ലാബിന് താഴെ വരുന്ന ലേണേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അപ്പം കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCom F, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് സയൻസ് BScM. ജാനുവരി 2026 അഡ്മിഷൻ സൈക്കിളിൽ ഈ 3 കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കുന്ന SC ST കാറ്റഗറിയിൽ വരുന്ന 2.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് 100% അർഹരാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാറ്റഗറി ചോദിക്കുമ്പോൾ നിങ്ങൾ SC അല്ലെങ്കിൽ ST എന്ന് കൊടുക്കുമ്പോൾ അതിന്റെ താഴെ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ട് ഇന്ന ആവശ്യത്തിനുള്ള ഡോക്യുമെന്റ് ആണെന്നും ഇന്ന ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ എടുത്തു തരുന്നതായിരിക്കും. അപ്പൊ അതില് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് അക്ഷയയിൽ നിന്ന് കിട്ടുന്നതിന്റെ ഡോക്യുമെന്റ് ആവശ്യമുള്ളൂ, പക്ഷെ അതിൽ തഹസിൽദാരുടെ സിഗ്നേച്ചർ ആയിരിക്കണം എന്നുള്ളത് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പൊതുവെ അക്ഷയയിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ അക്ഷയ ത്രൂ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഡോക്യുമെന്റ്സ് തന്നെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് അവൈൽ ചെയ്യുന്നതിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇനി ഫീസിലെ ഇളവ് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ഇപ്പം BScM കോഴ്സിന് പെർ ഇയർ നമ്മൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 7,000 rupees ആണ്, 7,000 രൂപ. അപ്പൊ ഈ സ്കോളർഷിപ്പ് ആപ്ലിക്കബിൾ ആകുമ്പോൾ അല്ലെ അവൈൽ ചെയ്യുന്ന ലേണറെ സംബന്ധിച്ച് 7,000-ൽ നിന്ന് 3,500 രൂപയായിരിക്കും കുറയുക. സോ ഇഗ്നുവിൽ പൊതുവായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ 7,000 രൂപ കോഴ്സ് ഫീയോടൊപ്പം തന്നെ 300 രൂപ ഡെവലപ്മെന്റ് ഫീയും 400 രൂപ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് 2 രീതിയിലുള്ള ഫീസ് അവർ എടുക്കാറുണ്ട്. സോ ആ ഫീസിൽ ഒരു ഇളവും ഉണ്ടായിരിക്കുന്നതല്ല. അതായത് 7,000 രൂപയിൽ നിന്ന് 3,500 കുറച്ച് പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന ഡെവലപ്മെന്റ് ഫീയും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീയും ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് 3,500 പ്ലസ് 300 പ്ലസ് 400 700 രൂപയോടെ കൂടും. 4,200 രൂപയായിരിക്കും ടോട്ടൽ ഫീസ് വരിക. 7,700 രൂപ ഫീസ് വരുന്നിടത്ത് കോഴ്സ് ഫീയുടെ പകുതിയും പിന്നെ ഈ ഒരു 700 രൂപയും ചേർത്ത് 4,200 രൂപയായിരിക്കും ടോട്ടൽ ഫീസ് ഉണ്ടാവുക. ആ രീതിയിലാണ് ഇവിടെ സ്കോളർഷിപ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി മുന്നോട്ട് പോകുന്ന വർഷങ്ങളിലും റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്കോളർഷിപ്പ് ആനുകൂല്യം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതുമാണ്. അത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുമുണ്ട്. രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആണ്. അതിൽ
ഒരു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫീ തന്നെ പേ ചെയ്യേണ്ടതുണ്ട്. ഡെവലപ്മെന്റ് ഫീയും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ 2.5 ലക്ഷത്തിന് മുകളിൽ പോകാൻ പാടില്ല. അത് തഹസിൽദാർ ഒപ്പിട്ട ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സ്കോളർഷിപ്പുകൾ അവൈൽ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ സാധിക്കുക. സോ കറന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ സ്കോളർഷിപ്സ് ഒന്നും തന്നെ സ്വീകരിക്കാത്ത ലേണേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതും എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം തന്നെയാണ് പിന്നീട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുൻപത്തെ സൈക്കിളിൽ ഫ്രഷ് രജിസ്ട്രേഷൻ ആയിട്ടും റീ രജിസ്ട്രേഷൻ ആയിട്ടും ഈ ഒരു സ്കോളർഷിപ്പ് ആനുകൂല്യം അവൈൽ ചെയ്തിട്ടുള്ളവർക്ക്, സ്വീകരിച്ചിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും റീ രജിസ്ട്രേഷന്റെ സമയത്ത് ജാനുവരി 2026 അഡ്മിഷൻ സൈക്കിളിൽ അല്ലെങ്കിൽ 2000 സൈക്കിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 കോഴ്സുകളിലേക്ക് ബാച്ചുലർ ഓഫ് ആർട്സ്, ബാച്ചുലർ ഓഫ് സയൻസ്, അതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് കൊമേഴ്സ് എഫ്, ബികോം എഫ് എന്ന് പറഞ്ഞ ഈ 3 കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന SC/ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ, 2.5 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ ഈ ഒരു ഓപ്ഷൻ എന്തായാലും യൂസ് ചെയ്യുക. കാര്യമായ ഒരു ഫീസ് അളവ് തന്നെ അവിടെ വരുന്നുണ്ട്, അത് അവൈൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്ക് ലേൺവൈസിനെ പറ്റി വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ത്രൂ അല്ലെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.